അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നീ രണ്ട് നാമത്തെ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ 255 ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അവനല്ലാതെ ഇലാഹില്ല, അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ, ലാ തൗഖുദുഹു സിനത്തും വലാ നൗം അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല, ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർള് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവൻ്റേതാണ്, മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി അവന്റെ അനുമതി പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്തുവാൻ ആരാണുള്ളത്, ആരുമില്ല എന്നർത്ഥം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ അവന്റെ അറിവിൽ നിന്ന് അവനിച്ഛിക്കുന്നതല്ലാതെ അവർക്ക് സൂക്ഷ്മമായി മറ്റൊന്നും അറിയാൻ കഴിയുകയില്ല. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള് അവന്റെ അധികാരപീഠം, അല്ലാഹുവിന്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. വലാ യഊദുഹു ഹിഫ്ളഹുമാ അതിന്റെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതുമല്ല. വഹുവൽ അലിയുൽ അദീം അവനത്രേ ഉന്നതനും മഹാനും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളാണ് അല്ലാഹു ഇവിടെ എടുത്തു പറയുന്നത്. ഒന്ന് അൽ ഹയ്യാണ്. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് അള്ളാഹുവിന് ഒരു ഡേറ്റ് ഓഫ് ബർത്തോ അള്ളാഹുവിന് ഒരു ഡേറ്റ് ഓഫ് ഡെത്തോ ഇല്ല എന്നുള്ളത്. ജീവിച്ചിരിക്കുന്നവനാണ്, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടായ ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നാശത്തിൻ്റെ ഒരു സമയവും ഉണ്ട്, ഒരു ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഒരു വിശേഷണമാണ് അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കറിയാം, രണ്ട് പ്രധാനപ്പെട്ട പ്രപഞ്ചങ്ങളെ നമുക്ക് ഇന്ന് ശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് സ്ഥൂല പ്രപഞ്ചമാണ്, രണ്ട് സൂക്ഷ്മ പ്രപഞ്ചമാണ്. സ്ഥൂല പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 10,000 കോടിയോളം ഗാലക്സികൾ, ആ ഓരോ ഗാലക്സിയിലും 10,000 കോടിയോളം നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളിലൊന്നായ സൂര്യൻ, സൂര്യനെ ചുറ്റുന്ന 8 കുറയാത്ത ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളിലൊന്നായ ഭൂമി, ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളടക്കം എന്തെല്ലാം ആകാശഗോളങ്ങൾ ഇന്ന് കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കപ്പെടാനുള്ളതും ഇനി കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധിക്കാത്തതുമായ ഏതെല്ലാം ആകാശഗോളങ്ങളുണ്ടോ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ആകാശത്താണ്. ഇങ്ങനെ 7 ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നാം ആകാശത്തിന് പുറമെ 6 ആകാശങ്ങളും കൂടെയുണ്ട്. ആ 6 ആകാശങ്ങളിൽ നമുക്ക് അറിയപ്പെടാത്ത പല ലോകങ്ങളുമുണ്ട്. നമ്മൾ ഒരിക്കലും മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചോ ടെലസ്കോപ്പ് ഉപയോഗിച്ചോ നമുക്ക് കാണാൻ സാധ്യമല്ലാത്ത മലക്കുകളുടെ ലോകം, ജിന്നുകളുടെ ലോകം, നമുക്കറിയാത്ത ജീവജാലങ്ങളുടെയോ അറിയാത്ത വസ്തുക്കളുടെയോ ഒക്കെ ലോകങ്ങൾ എല്ലാം നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖയ്യൂം. അതുപോലെ സൂക്ഷ്മ പ്രപഞ്ചമുണ്ട്. സൂക്ഷ്മ പ്രപഞ്ചം, ആറ്റത്തിൻ്റെ ലോകമുണ്ട്. അവിടെ തന്മാത്രകൾ,
പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ക്വാർക്ക്, ആന്റി ക്വാർക്ക്, പോസിട്രോൺ അടക്കമുള്ള ഒരുപാട് മൈക്രോ എന്നും പറഞ്ഞുകൂടാ, നാനോ കണങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെയുള്ള പ്രപഞ്ചം, അതാണ് സൂക്ഷ്മ പ്രപഞ്ചം. അതുപോലെ തന്നെ ജീവനുള്ള സൂക്ഷ്മജീവികളുണ്ട്, ബാക്ടീരിയ, ഫംഗസ്, വൈറസ് അടക്കമുള്ള. അവയൊക്കെ നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് അള്ളാഹുവിൻ്റെ അൽ ഖയ്യൂം എന്നുള്ള വിശേഷണം. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട രണ്ട് വിശേഷണങ്ങളാണ്. ഒന്ന് അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. രണ്ട് അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ. വേറെ ഒരു സൃഷ്ടിക്കും നമുക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ലാത്ത അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷണങ്ങളാണ്. അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നത്, അവൻ അള്ളാഹു മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മുദബ്ബിറുൽ ആലം, ആലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകമാണ്, ലോകത്തിന്റെ നിയന്താവ്. മുദബ്ബിറുൽ ആലം ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വേറൊരു സൃഷ്ടിയും മുദബ്ബിറുൽ ആലമായിട്ട് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണ്. നരകത്തിലെ ശാശ്വതമായിട്ട് വസിക്കുവാൻ കാരണമാകുന്ന ശിർക്കാണ് എന്നുള്ളതും നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയിൽ പറയുന്നത് അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ഞാൻ ഓതിവെച്ച ആയത്തുൽ കുർസിയാണ്, സൂറത്ത് ബഖറ 255 ആയത്ത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ഉറങ്ങുന്ന ആൾ ദൈവമാകാൻ യോഗ്യനല്ല. മയക്കം ബാധിക്കുന്ന ആൾ ദൈവമാകാൻ യോഗ്യത ഇല്ലാത്ത ആളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. പിന്നെ ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിന് കീഴിലാണ്. പിന്നെന്താ അള്ളാഹ് പറയുന്നത്? അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ അള്ളാഹിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ ആരാണുള്ളതെന്ന്? ആരുമില്ലെന്ന അള്ളാഹ് കൊടുത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് കൊടുത്ത ഒരു ബഹുമാനമാണ് ശുപാർശ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുമതി പ്രകാരമാണ് ശുപാർശ ചെയ്യുവാൻ സാധിക്കുന്നത് എന്നും മനസ്സിലാക്കുക. ആകാശഭൂമികളെ ഉൾക്കൊള്ളുമാർ വിശാലമാണ് അള്ളാഹുവിൻ്റെ അധികാരപീഠം. അതിൻ്റെ സംരക്ഷണം അള്ളാഹുവിന് യാതൊരു രീതിയിലുമുള്ള ഭാരവും ഉണ്ടാക്കുന്നതല്ല. അള്ളാഹു ഏറ്റവും ഉന്നതനാണ്, മഹാനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയുടെ, അതായത് സൂറത്ത് ബഖറയുടെ 255 ആയത്തിലൂടെ നമ്മളോട് പറയുന്നത്. കൂടുതലായിട്ട് അള്ളാഹുവിനെ പറ്റിയിട്ട് പഠിക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് 8 മിനിറ്റോട് സംസാരിക്കാം. അസ്സലാമു അലൈക്കും.